എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വ്യക്തത വരുത്തി പിണറായി വിജയൻ. സർക്കാർ നിലപാട് പുതിയ ഡാം വേണം എന്ന് തന്നെ. തമിഴ്നാടുമായി സംഘർഷത്തിനില്ല. അഴിമതിക്കെതിരെ കർശന നടപടി. കുടുംബത്തോടൊപ്പം വീട്ടിലിരിക്കാൻ ആഗ്രഹമുള്ളവർ അഴിമതിക്ക് തുനിയേണ്ട. അഴിമതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ജേക്കബ് തോമസ്. ലക്ഷ്യം ഫൗളില്ലാത്ത വിജിലൻസ്. പണം വിടർത്താൻ മാത്രമല്ല, അഴിമതിക്കാരെ കൊത്താനും കഴിയും. സ്ഥാനമാറ്റത്തിനെതിരെ TP സെൻകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ. പോലീസ് ചട്ടവും സുപ്രീം കോടതി വിധിയും ലംഘിച്ചെന്ന് പരാതി. 14ാം നിയമസഭയ്ക്ക് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ തുടക്കം. ചരിത്രം കുറിച്ച് O രാജഗോപാൽ. ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. P ശ്രീരാമകൃഷ്ണനും VP സജീന്ദ്രനും മത്സരരംഗത്ത്. ആരോഗ്യരംഗത്ത് കേരളത്തിന് വൻ പ്രഖ്യാപനങ്ങളുമായി JP നദ്ദ. 3 മെഡിക്കൽ കോളേജുകളെ സൂപ്പർ സ്പെഷ്യാലിറ്റി സെന്ററുകളാക്കും. 360 കോടി രൂപ വകയിരുത്തും. ജില്ലാതല ഡയാലിസിസ് പദ്ധതികളോട് കേരളം സഹകരിച്ചില്ലെന്ന് ആക്ഷേപം. പറവൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ പീതാംബരക്കുറുപ്പിനെതിരെ മൊഴി. കമ്പം നടത്താൻ പീതാംബരക്കുറുപ്പ് ഇടപെട്ടു. ഉത്സവ കമ്മിറ്റി സെക്രട്ടറിയുടെ മൊഴി കേന്ദ്ര സംഘത്തിന് മുൻപാകെ. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതിയ ഡാം വേണ്ട എന്ന നിലപാട് തനിക്കോ സർക്കാരിനോ ഇല്ലെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ സമരസമിതി നേതാക്കൾ തന്നെ വന്ന് കണ്ടിരുന്നു. സർക്കാർ നിലപാടും അവരുടെ നിലപാടും തമ്മിൽ വ്യത്യാസമില്ലെന്ന് അവർക്ക് ബോധ്യമായി. ഡാം വിഷയത്തിൽ തമിഴ്നാടുമായി സംഘർഷത്തിനില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. പുതിയ ഡാം വേണ്ട എന്ന നിലപാടല്ല എനിക്കോ ഈ പുതിയ ഗവൺമെന്റിനോ ഉള്ളത്. കേരളത്തിൽ അങ്ങനെ ഒരു നിലപാടില്ല. പക്ഷെ പുതിയ ഡാം നമ്മൾ കുറച്ച് കല്ലുകൊടുത്ത് കൊണ്ടുപോയി കെട്ടാൻ കഴിയുന്നതല്ല. പുതിയ ഡാം കെട്ടണമെങ്കിൽ നമ്മൾ തന്നെ നിയമസഭ പാസ്സാക്കിയുള്ള പ്രമേയം തന്നെ തമിഴ്നാടും കേരളവും കൂടിയേ സാധിക്കും. അതിന് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് സമ്മതിക്കണം. നമുക്കൊറ്റക്ക് ആ ഡാം കെട്ടാൻ കഴിയില്ല. അപ്പോൾ തമിഴ്നാടും കേരളവും കൂടി കെട്ടുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കിയിരുന്നത് ശരിയാണ്. അതായത് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലക്ക് തമിഴ്നാടുമായുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിലേക്കല്ല കാര്യങ്ങൾ പോകേണ്ടത്. സംഘർഷമല്ല ആഗ്രഹിക്കുന്നത്. കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനാവും. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാർ നിലപാട് തിരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരത്തിന് ഒരുങ്ങി പ്രതിപക്ഷം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് മാറ്റം ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ O രാജഗോപാലിന്റെയും PC ജോർജിന്റെയും വോട്ട് വേണ്ടെന്നും ചെന്നിത്തല വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാർ തലത്തിലോ പ്രധാനമന്ത്രിയുമായോ ചർച്ച നടത്തിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പാർട്ടി സെക്രട്ടറി ആയിരിക്കെ പിണറായി വിജയൻ സ്വീകരിച്ച നിലപാട് ഇതായിരുന്നില്ല. പിണറായിയുടെ നിലപാട് മാറ്റം ദുരൂഹമാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കകം എങ്ങനെയാണ് മുല്ലപ്പെരിയാറിന് ബലമുണ്ടാകുന്നത്? 91 സീറ്റ് LDFന് കിട്ടിയതോടുകൂടി മുല്ലപ്പെരിയാറിന് ബലമുണ്ടായോ? ഈ കാര്യത്തിൽ തമിഴ്നാട്ടിലെ ഭരണാധികാരികളുമായോ ഗവൺമെന്റ് തലത്തിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? ആതിരപ്പള്ളിയിൽ വിശദമായ ചർച്ചകൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ BJPയുടെയും PC ജോർജിന്റെയും വോട്ട് പ്രതിപക്ഷത്തിന് വേണ്ടെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. യാതൊരു കാരണവശാലും പ്രതിപക്ഷം ഇരുവരുമായും സഹകരിക്കില്ല. താൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ ജേക്കബ് തോമസിനെതിരെ നടപടിയെടുക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ശുപാർശയുണ്ടായിരുന്നെന്നും ചെന്നിത്തല വെളിപ്പെടുത്തി. അങ്ങനെ ഒരു ശുപാർശ കേന്ദ്ര ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിച്ച സന്ദർഭത്തിൽ അത് ഗവൺമെന്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്തിമമായ തീരുമാനം കഴിഞ്ഞ ഗവൺമെന്റ് എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ശരിയാണ്. TP സെൻകുമാറിനോട് സർക്കാർ സ്വീകരിച്ച സമീപനം ശരിയായില്ലെന്നും രമേശ് ചെന്നിത്തല വിമർശിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. MPമാരായ ശ്രീ NK പ്രേമചന്ദ്രൻ, ശ്രീ ജോയ്സ് ജോർജ്, ഇടുക്കി DCC പ്രസിഡന്റ് ശ്രീ റോയ് കെ പൗലോസ്, മുൻ MP ശ്രീ ഫ്രാൻസിസ് ജോർജ്, BJP നേതാവ് ശ്രീ AN രാധാകൃഷ്ണൻ, മുല്ലപ്പെരിയാർ സമരസമിതിയുടെ മുൻ ചെയർമാൻ ശ്രീ CP റോയ് തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ആദ്യം ശ്രീ NK പ്രേമചന്ദ്രൻ, മുല്ലപ്പെരിയാറിൽ പുതിയ ഒരു ഡാം ഉണ്ടാകണമെങ്കിൽ അത് സമവായത്തിലൂടെ മാത്രമേ സാധിക്കൂ. കേരളം വാശി പിടിച്ചിട്ടോ ശക്തമായ സമരം നടത്തിയിട്ടോ കാര്യമില്ല. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വെച്ചിരിക്കുന്ന ചുവട് വളരെ കൃത്യവും ശരിയുമല്ലേ? ശ്രീ NK പ്രേമചന്ദ്രൻ, കേട്ടില്ല, ഞാൻ ചോദ്യം കേട്ടില്ല. ഞാൻ ചോദിച്ചത്
മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുതിയ ഒരു ഡാം അവിടെ പണിയണം എങ്കിൽ അതിന് സമവായം മാത്രമാണ് വഴി. തമിഴ്നാടിൻ്റെ സഹകരണം അനിവാര്യമാണ്. അങ്ങനെ ഇരിക്കെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള ആദ്യത്തെ നിലപാട് സ്വാഗതാർഹമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അതിനെ എതിർക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. വളരെ വ്യക്തമായി ഇതിനകം തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. കാരണം ഒരു പുതിയ ഡാം നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഡാം ബലക്ഷയമുള്ളതാണ് എന്ന വസ്തുത നാം അംഗീകരിച്ചേ മതിയാകും. ആ നിലവിലുള്ള ഡാം ബലക്ഷയമുള്ളതല്ല എന്ന കണ്ടെത്തൽ പരോക്ഷമായിട്ടെങ്കിലും സാധൂകരിക്കുന്ന പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതിനു ശേഷം എന്ത് ചർച്ച നടത്തിയാലും അതിന് യാതൊരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല കൂടുതൽ കേരളത്തിന് ദോഷകരമായി തീരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള പ്രശ്നം ഇത്തരമൊരു വിഷയം ഇപ്പൊ ചർച്ചയ്ക്ക് കൊണ്ടുവരാൻ ഇടയായിട്ടുള്ള പശ്ചാത്തലം എന്താണ്? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 48 മണിക്കൂറുകൾക്കുള്ളിൽ പ്രധാനമന്ത്രിയുമായിട്ടോ കേന്ദ്രമന്ത്രിമാരുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ മുല്ലപ്പെരിയാർ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ചർച്ചയോ നിവേദനം സമർപ്പിക്കുകയോ ഒന്നും ഉണ്ടാകാതിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ നിലവിലുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി മുഖ്യമന്ത്രി ഒരു നിലപാട് സ്വീകരിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യം എന്ത്? അതിന് പ്രേരിപ്പിച്ച ചേതോവികാരം എന്താണ്? അത് മാത്രവുമല്ല, വളരെ 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 ശ്രദ്ധേയമായിട്ടുള്ള സംഗതി, തമിഴ്നാട് ഗവൺമെന്റ് നിലവിലുള്ള ജലനിരപ്പ് 142 അടിയിൽ നിന്ന് 152 അടിയായി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി സുപ്രീം കോടതിയിൽ മുന്നോട്ട് പോകുമ്പോൾ എംപവേർഡ് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഉന്നതാധികാര സമിതിയുടെയും അതുപോലെ സുപ്രീം കോടതിയുടെയും ഒക്കെ കണ്ടെത്തലുകൾ നാം അംഗീകരിക്കേണ്ടതായി വരുമെന്ന നിലയിൽ പരാമർശം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുമായി സഹകരണാത്മകമായ സമീപനം സ്വീകരിക്കുകയും ചെയ്യണമെന്നത് ഒട്ടും സദുദ്ദേശപരമല്ല. അല്ല, ഇതിൽ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഒന്ന്, ഈ ഡാം ദുർബലമാണ് എന്ന വാദം കേരളം ആവർത്തിച്ചുന്നയിച്ചതാണ്. ഭരണഘടനാ ബെഞ്ച് അത് ആഴത്തിൽ പരിശോധിച്ചതാണ്. അവർ തന്നെ ഒരു സമിതിയെ നിർദ്ദേശിക്കുകയും അതിൽ 2 വിദഗ്ധന്മാർ ഉണ്ടാവുകയും അവർ ഒരു റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ട് പൂർണ്ണമായും അംഗീകരിച്ച ശേഷമാണ് സുപ്രീം കോടതി കേരളത്തിൻ്റെ ആവശ്യങ്ങൾ തള്ളുന്നത്, തമിഴ്നാടിന് ജലപരിധി ഉയർത്താനുള്ള അനുമതി നൽകുന്നത്, കേരളത്തിൻ്റെ നിയമം അസാധുവാണ് എന്ന് പറയുന്നത്. അത് നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നത് കൊണ്ട് വസ്തുതയാവുകയില്ലല്ലോ. നമ്മളത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്താണ് പ്രയോജനം? ഇതിനൊരു പരിഹാരമാണ് വേണ്ടത് എങ്കിൽ. പഞ്ചാബും ഹരിയാനയും തമ്മിലുള്ള ജലതർക്കവുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതിയുടെ അന്തിമവിധി വന്നതിന് ശേഷവും പഞ്ചാബ് സംസ്ഥാനം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നു, അനന്തര നടപടികളുമായി മുന്നോട്ട് പോകുന്നു. നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള അന്തർ സംസ്ഥാന നദീജല പ്രശ്നങ്ങളും തർക്കങ്ങളും ജലതർക്കങ്ങളും പരിശോധിച്ചാൽ പല ഘട്ടങ്ങളിൽ കാവേരി ട്രൈബ്യൂണലിന്റെ വിധി അടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സുപ്രീം കോടതിയിൽ ഇപ്പോഴും ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന താല്പര്യം ബലികഴിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സമീപനം സ്വീകരിക്കാൻ ഒരു ഘട്ടത്തിൽ പോലും ഒരു സംസ്ഥാനവും തയ്യാറായിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, സുപ്രീം കോടതിയുടെ അന്തിമ വിധി ഈ കാര്യത്തിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്നതിന് ശേഷമാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തന്നെ സുപ്രീം കോടതിയിൽ വീണ്ടും ഹർജി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആശങ്ക കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒരു മേൽനോട്ട പരിശോധന സമിതിയെ, സൂപ്പർവൈസറി കമ്മിറ്റിയെ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കേന്ദ്ര ജല കമ്മീഷന്റെയും പ്രതിനിധികൾ ഉൾപ്പെടുന്ന 3 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചത്. അപ്പൊ ഇതൊക്കെ തെളിയിക്കുന്നത് അല്ലെങ്കിൽ സാധൂകരിക്കും. മാത്രവുമല്ല, 2 ബദൽ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ തന്നെ 2 ബദൽ നിർദ്ദേശങ്ങൾ എംപവേർഡ് കമ്മിറ്റി നിർദ്ദേശിച്ചതനുസരിച്ചുള്ള 2 ബദൽ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ ശക്തമായ സ്റ്റാൻഡ്, നമ്മുടെ നിലപാട് എന്ന് പറയുന്നത് നിലവിലുള്ള ഡാം ബലക്ഷയമുള്ളതാണ്. എംപവേർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശവും എംപവേർഡ് കമ്മിറ്റിയുടെ കണ്ടെത്തലും വസ്തുതകൾക്ക് വിരുദ്ധമാണ് എന്ന്. ശരി, ഞാൻ ആ പോയിന്റിലേക്ക് മടങ്ങി വരാം. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ടെലിഫോൺ ലൈനിൽ. ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, ഇന്ന് മുഖ്യമന്ത്രി മുല്ലപ്പെരിയാർ സമരസമിതിയുടെ അതേ നിലപാടാണ് ഇക്കാര്യത്തിൽ സർക്കാരിനുള്ളത് എന്നും മുല്ലപ്പെരിയാറിൽ പുതിയ ഒരു ഡാം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നയം എന്നുള്ളതും വിശദീകരിക്കുമ്പോൾ സംസ്ഥാനത്തുയർന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയോ മയപ്പെടുത്തുകയോ ആണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അല്ല. ഇത് തന്നെയാണ് സഖാവ് പിണറായി ഡൽഹിയിലും പറഞ്ഞിരുന്നത്. പക്ഷെ അവിടെ ചോദ്യത്തിന്റെ ഗതി അനുസരിച്ച് മറുപടി പറയുമ്പോൾ ആ മറുപടി കൃത്യമായിട്ട് മനസ്സിലാക്കി അവസാനം വരെ ശ്രദ്ധിച്ചാൽ അത് തന്നെയാണ് എന്ന് വ്യക്തമാവും. കാരണം ഇവിടെ സുപ്രീം കോടതിയുടെ വിധിയുടെ പരാമർശം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് കാണിച്ചുകൊണ്ട് വ്യക്തതയോടുകൂടി പറഞ്ഞു, ഇനി നമുക്ക് ഇവിടെ ഡാം പണിയണമെങ്കിൽ
ഇവിടെ മുമ്പ് UDF-ന്റെ പ്രേമേന്ദ്രൻ ഉൾപ്പെടെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ 5 കൊല്ലക്കാലം എന്താ ചെയ്തേ, എനിക്ക് കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല, എനിക്ക് ഉറക്കം വരുന്നില്ല, ഞാൻ കണ്ണ് മിഴിച്ചുകൊണ്ട് കിടക്കുകയാണ് എന്നൊക്കെ മന്ത്രി തന്നെ രാജ്യത്ത് മുഴുവൻ ആശങ്കയുണ്ടാക്കുന്ന രീതിയിൽ വിശദീകരിച്ചതിന് ശേഷം ഒരു ദിവസം പ്രഖ്യാപിച്ചിട്ട് തറക്കല്ലിടുന്നൊക്കെ ഉൾപ്പെടെ പറഞ്ഞല്ലോ. ആ തറക്കല്ലും പറഞ്ഞില്ലല്ലോ. പിന്നെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറഞ്ഞാൽ, ഒന്നുകിൽ സുപ്രീം കോടതിയിലെ വിധി ഉണ്ടാവണം. വിധി ഉണ്ടായാൽ തന്നെ കാര്യം നടക്കില്ല. നടക്കണമെങ്കിൽ ഇവിടെ കേരളത്തിലെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെയും ജനങ്ങളും ഗവൺമെന്റുകളും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് അവരെ കൃത്യതയോടുകൂടിയുള്ള ധാരണയിൽ എത്തിച്ചേരണം. അങ്ങനെ എത്തിച്ചേരാതെ ബലം പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും രീതിയിലുള്ള നിയമനിർമ്മാണത്തിന്റെ ഭാഗമായിട്ടോ ഒന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഡാം പണിയാൻ സാധിക്കുന്നതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇവിടെ അത്യാവശ്യമായിട്ട് ഡാം പണിയേണ്ടതുണ്ട്. അത് ബലക്ഷയുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആ ബലക്ഷയം പരിഹരിക്കുന്നതിന് ഡാം അല്ലാതെ വേറെ വഴിയില്ല. അത് തമിഴ്നാടിനെ കൂടി ബോധ്യപ്പെടുത്തി തമിഴ്നാട്ടിലെ ജനങ്ങളുടെ കൂടി പിന്തുണ നേടി ഗവൺമെന്റിനെ കേരളത്തിൽ നമ്മൾ മുഖവിലക്കെടുത്ത് കേരള ഗവൺമെന്റും അതുപോലെ തന്നെ തമിഴ്നാട് ഗവൺമെന്റും ചേർന്ന് വളരെ ഫലപ്രദമായിട്ടൊരു നീക്കത്തിലൂടെ നമ്മുടെ സുരക്ഷയും അവരുടെ വെള്ളവും സംരക്ഷിക്കപ്പെടും എന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ടാക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നതിനല്ലാതെ വേറെ ഒരു വഴിയില്ല. ശരി, അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ NK പ്രേമചന്ദ്രൻ, ഒന്ന്, മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണ്ട എന്ന അഭിപ്രായം ഈ സർക്കാരിനില്ല. താങ്കൾ തന്നെ സൂചിപ്പിച്ചു, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് തന്നെ വിധിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ബദൽ നിർദ്ദേശങ്ങൾ നോക്കൂ. അങ്ങനെയുള്ള എന്തെങ്കിലും നിർദ്ദേശം നടപ്പാക്കപ്പെടണമെങ്കിൽ, അത് പ്രായോഗിക അർത്ഥത്തിൽ സാധ്യമാകണമെങ്കിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളും യോജിക്കണം. അക്കാര്യത്തിലൊരു സമവായം ഉണ്ടാകണം. അതല്ലാതെ ഒരു കൺഫ്രണ്ടേഷൻ ഉണ്ടായതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇതിങ്ങനെ അനന്തകാലം നീണ്ടുപോവുകയുള്ളൂ. ഡാം ദുർബലമാണ് എന്ന് നമ്മൾ ഈ സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്നത് മാതിരി എല്ലാ തവണയും ആവർത്തിച്ചിട്ട് എന്ത് കാര്യം? ഒരു പരിഹാരമല്ലേ വേണ്ടത്? ആ അർത്ഥത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഇനീഷ്യേറ്റീവിനെ കാണാത്തത്? അല്ല, മുഖ്യമന്ത്രി ഇന്ന് എന്ത് ന്യായീകരണം നടത്തി എന്നതിനെ സംബന്ധിച്ച് വിശദീകരണം നടത്തി എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. പുതിയ ഡാമാണ് വേണ്ടത്, സമരസമിതിയുടെ അഭിപ്രായത്തോട് 100% യോജിപ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തത്. അതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ തമിഴ്നാടുമായി സൗഹൃദപൂർവമായ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതായിരുന്നു LDF ഗവൺമെന്റിന്റെയും UDF ഗവൺമെന്റിന്റെയും നിലപാട്. കേരളത്തിൽ ഈ രണ്ട് ഗവൺമെന്റുകളും, LDF ഗവൺമെന്റിന്റെ കാലയളവിലും UDF ഗവൺമെന്റിന്റെ കാലയളവിലും കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കപ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സൗഹൃദ ചർച്ചയിലൂടെ രാഷ്ട്രീയ പരിഹാരത്തിന് വേണ്ടി തന്നെയാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റും ശ്രീ VS-ന്റെ ഗവൺമെന്റും പരിശ്രമിച്ചത്. ആരാ നിഷേധാത്മകമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്? ഇപ്പോ പിണറായി വിജയന്റെയും അതുപോലെ CPM നേതാക്കളുടെയും പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും കേട്ടാൽ കേരളം എന്തോ വൈകാരികമായി പ്രശ്നത്തെ വലുതാക്കി പ്രകോപനാത്മകമായ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ പരിഹാരം ഉണ്ടാകാതെ പോയത് എന്ന നിലയിലാണ് ഇവരൊക്കെ ഇപ്പൊ സംസാരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തി VS ഗവൺമെന്റ് അധികാരത്തിൽ നിന്നപ്പോൾ 56 മണിക്കൂർ തമിഴ്നാട് ഉപരോധിച്ചു. ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച് പരിശോധിക്കാൻ നേവൽ മുങ്ങൽ വിദഗ്ധരെ നിയോഗിച്ചതിന്റെ പേരിൽ 56 മണിക്കൂർ കേരളത്തിന്റെ 4 അതിർത്തികളും തമിഴ്നാട് ഉപരോധിച്ചപ്പോഴും കേരളം ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാക്കിയിട്ടില്ല. എപ്പോഴാണ് കേരളം പ്രകോപനം ഉണ്ടാക്കിയെന്നാണ് ഇപ്പോൾ ഇവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് 2-3 വട്ടം ചർച്ച VS-ന്റെ കാലഘട്ടത്തിൽ 2-3 വട്ടം ചർച്ച നടത്തി ഈ പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം. പ്രധാനമന്ത്രി ഇടപെട്ടു, സംസ്ഥാന ജലവിഭവ മന്ത്രിമാരുടെ ചർച്ച നടന്നു, മുഖ്യമന്ത്രി തലത്തിലുള്ള ചർച്ച നടന്നു. വളരെ ഏകപക്ഷീയമായ നിലപാട് തമിഴ്നാട് സ്വീകരിച്ചുകൊണ്ട് മാറുകയും ഡാം സുരക്ഷിതമാണ്, ഈ പ്രശ്നത്തിൽ ഒരു ചർച്ചയുടെയും ആവശ്യമില്ല, ജലനിരപ്പ് 142 ആക്കണം, പിന്നെ ഞങ്ങൾ 152 ആക്കും എന്ന നിലയിൽ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ എപ്പോഴും രാഷ്ട്രീയവൽക്കരിച്ചിട്ടുള്ളത് തമിഴ്നാടാണ്. കേരളത്തിൽ ഒരു ഘട്ടത്തിൽ പോലും LDF UDF എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ മത്സരമായി ഈ പ്രശ്നത്തെ രണ്ടു കൂട്ടരും കണ്ടിട്ടില്ല. വളരെ സമചിത്തതയോടുകൂടി വളരെ പ്രായോഗികമായി രാഷ്ട്രീയ സമവായമുണ്ടായ കേരളത്തിലെ 4 നൂറ്റാണ്ട് കാലത്തെ പൊതുപ്രശ്നങ്ങളിൽ ഇത്രയേറെ പൊളിറ്റിക്കൽ കൺസെൻസസ് ഉണ്ടായ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോ കേരളവും തമിഴ്നാടും തമ്മിൽ സൗഹൃദ ബന്ധം ആരെതിർക്കുന്നു? അതിനെ കേരളവും തമിഴ്നാടും തമ്മിൽ സൗഹൃദപൂർവമായ ചർച്ചയിലൂടെ പുതിയ ഡാമിന് അനുമതി നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ ആദ്യം അതിനെ പിന്തുണയ്ക്കുന്നത് പ്രതിപക്ഷമായിരിക്കും. അതാണ് അക്കാര്യത്തിലെ പ്രതിപക്ഷത്തിന്റെ നിലപാട്. ശ്രീ AN രാധാകൃഷ്ണൻ, നിയമപരമായി നമ്മൾ അങ്ങേയറ്റം വരെ ചെന്ന് നോക്കിയതാണ്. ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവിന് ശേഷവും പുനഃപരിശോധന ഹർജിക്ക് ശ്രമിച്ചിരുന്നു. പക്ഷേ നിയമപരമായ ഒരു പരിഹാരം എന്തായാലും കേരളത്തിന് അനുകൂലമായി ഉണ്ടാകാനുള്ള സാധ്യത തുലോം തുച്ഛമാണ്. അതിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. അപ്പോൾ രാഷ്ട്രീയമായ പരിഹാരമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ കേരളത്തിന് അനുകൂലമായ ഒരു തീരുമാനം അങ്ങനെയേ ഉണ്ടാകാൻ സാധിക്കൂ. അതിന് തമിഴ്നാടിൻ്റെ പൂർണ്ണമായ സമ്മതം വേണം. അതിനും അപ്പുറത്ത് കേന്ദ്ര സർക്കാരിൻ്റെ വളരെ ഫലപ്രദമായ ഒരു മധ്യസ്ഥതയോ ഇടപെടലോ വേണം. ഇത് ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ജീവൻ്റെ പ്രശ്നമാണല്ലോ. ഇതിൽ രാഷ്ട്രീയം കാണാതെ കേന്ദ്ര സർക്കാരിന് അങ്ങനെ ഒരു റോൾ വഹിക്കാൻ സാധിക്കുമോ?
അഭിലാഷേ, ശബ്ദം പോലെ കേൾക്കാം, പറഞ്ഞോളൂ. അഭിലാഷേ, ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ വളരെ പെട്ടെന്നാണ് ബഹുമാനനായ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുല്ലപ്പെരിയാറിനെക്കുറിച്ച് നിലപാടുകൾ വ്യക്തമാക്കിയത്. അത് നമുക്കൊരുപാട് സംശയവും ഒരുപാട് ഭയപ്പാടും ഉണ്ടാക്കുന്ന പ്രസ്താവനയായിരുന്നു. അതിനടിസ്ഥാനപരമായ കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ചേർന്ന് സർവകക്ഷി യോഗത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കണ്ടിരുന്നു. ഞാനും ആ ചർച്ചയിൽ സർവകക്ഷി യോഗത്തിൻ്റെ ഭാഗമായി BJPയുടെ പ്രതിനിധിയായി പങ്കെടുത്തിരുന്നു. അവിടെയൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടത് 142 അടി എന്ന് പറയുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ നിലവാരം. അത് കുറച്ചുകൂടി താഴ്ത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ആ സമയത്തും പൊതുവായി ഉണ്ടായിട്ടുള്ള തീരുമാനം തമിഴ്നാടും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിലും ഒക്കെ സമ്മർദ്ദം ചെലുത്തി അവരെയൊക്കെ ബോധ്യപ്പെടുത്തി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ വലിയ അന്തരമില്ലാതെ ഭയപ്പാടില്ലാതെ നല്ല കീഴ്വഴക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു പുതിയ ഡാം നിർമ്മിക്കാനുള്ള സാഹചര്യമുണ്ടാക്കണം, അതിൽ സമ്മർദ്ദമുണ്ടാകണം. ഇതായിരുന്നു നമ്മുടെ നിലപാട്. ബഹുമാനനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള ആദ്യ പ്രസ്താവന തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നാം ഉന്നയിക്കുന്ന നമ്മൾ ആവശ്യപ്പെടുന്ന വാദഗതിയെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത്. അല്ല, ഇതിൽ രാധാകൃഷ്ണൻ ഈ വാദഗതികൾ ദുർബലപ്പെടുത്തുകയാണ് എന്ന ആ സ്റ്റേറ്റ്മെന്റിന് ഒരു വിശദീകരണം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ എവിടെ വാദഗതി ഉന്നയിക്കുന്നു എന്നാണ്. സുപ്രീം കോടതിയിൽ ഇതല്ല ഇതിനപ്പുറവുമുള്ള വാദഗതികൾ ഉന്നയിച്ചതല്ലേ എത്രയോ വർഷം. വളരെ ആഴത്തിൽ ഭരണഘടനാ ബെഞ്ച് അത് പരിശോധിച്ചു. അതിനുശേഷം വിദഗ്ധ സമിതിയെ നിയോഗിച്ച് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഉത്തരവിട്ടത്. നമ്മൾ ഈ റൂർക്കി IITയുടെ പഠന റിപ്പോർട്ടൊക്കെ അന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു. പുതിയ ഡാം എന്ന സാധ്യത അന്നും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ കേരളത്തിന്റെ ആവശ്യങ്ങൾ നിരാകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. സുപ്രീം കോടതി തന്നെ നിയോഗിച്ച ഒരു സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി 142 അടിയായി ജലനിരപ്പ് ഉയർത്താൻ തമിഴ്നാടിനെ സംബന്ധിച്ച് അനുവദിച്ചത്. നമ്മൾ ഇനി ഇവിടെ കുറേ വാദഗതി വളരെ ശക്തമായി ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേ ഇരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? പ്രയോജനം ഉണ്ടാകണം എങ്കിൽ ഇതെല്ലാവരും അംഗീകരിക്കണം. കേന്ദ്ര സർക്കാർ അംഗീകരിക്കണം, തമിഴ്നാട് അംഗീകരിക്കണം. അതിനി എന്ത് വേണമെന്നുള്ളതല്ലേ ചർച്ച. അതല്ലാതെ പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? അഭിലാഷേ, തമിഴ്നാട് സർക്കാർ കാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് 152 അടിയോ 160 അടിയോ ആയി ഉയർത്തണം. ഈ ഡാമിന് ആവശ്യമായ ബലമുണ്ട് എന്ന് തുടർച്ചയായി തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ആ തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ കക്ഷികൾ ചേർന്ന് ഏകകണ്ഠേന എടുത്തിട്ടുള്ള നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു രാഷ്ട്രീയമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് അന്നത്തെ പ്രധാനമന്ത്രിയെ കണ്ടത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ബഹുമാനായ മുഖ്യമന്ത്രി നിലപാടുകൾ പ്രഖ്യാപിക്കുമ്പോൾ നമുക്കുള്ള സംശയത്തിന് അടിസ്ഥാന കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തനിച്ച് എറണാകുളം മുതൽ ഇടുക്കി വരെ മനുഷ്യച്ചങ്ങല തീർക്കുകയുണ്ടായി. ബിജു മോൾ ഉൾപ്പെടെയുള്ള ഇന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ MLA മാർ നേരിട്ട് സമരത്തിൽ പങ്കെടുത്തു. മൻമോഹൻ സിംഗിൻ്റെ മുമ്പാകെ വന്നതിൽ അന്നത്തെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ VS അച്യുതാനന്ദൻ്റെ നിലപാടുകൾ പരിശോധിക്കണം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെയുള്ള ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിൻ്റെ വേളകളിലുമൊക്കെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് അവരെടുത്ത നിലപാടിൽ നിന്ന് ഒരു 4 ദിവസം കൊണ്ട് മലക്കം മറിയാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് സംശയമുണ്ട്. ഒരു നിമിഷം, ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ മുല്ലപ്പെരിയാർ സംബന്ധിച്ച നിലപാടെടുക്കുമ്പോൾ നോക്കൂ, നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അക്കാര്യത്തിൽ അഭിപ്രായമുണ്ട്. മുല്ലപ്പെരിയാർ സമരസമിതിക്ക് അഭിപ്രായമുണ്ട്, മറ്റ് ഗ്രൂപ്പുകൾക്ക് അഭിപ്രായമുണ്ട്. ഇതൊക്കെ കേൾക്കേണ്ടേ? ഇവിടെ LDF-ലോ CPIM-ലോ പോലും അതുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു പുതിയ നിലപാട് സ്വീകരിക്കുന്നെങ്കിൽ ചർച്ച നടക്കണമല്ലോ. അങ്ങനെ ഒരു ചർച്ച നടക്കാതെ ഏകപക്ഷീയമായി ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുകയാണോ ഉണ്ടായത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ക്രിയാത്മകമായിട്ട് ഈ പദ്ധതി, നമ്മൾ ഉദ്ദേശിക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ പുതിയ ഡാം നിർമ്മിക്കുക, കേരളത്തിന്റെ സുരക്ഷ, മധ്യ കേരളത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന പ്രശ്നമാണ് ഇത് പൊട്ടിയാൽ. അതേപോലെ തന്നെ തമിഴ്നാടുകാർക്കുള്ള വെള്ളം, ഇത് രണ്ടും ചേർത്തുകൊണ്ടുള്ള ഒരു പദ്ധതി ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യപ്പെടണമെങ്കിൽ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതാണ്. കുറെ വഴി വേണമെങ്കിൽ സുപ്രീം കോടതിയുടെ വിധിയൊക്കെ വന്ന് ആ വിധി നടപ്പിലാക്കാനാവുന്നതല്ല. ഇപ്പൊ നമുക്കെല്ലാവർക്കും ഒരുപാട് കരാറുകൾ കോടതി തന്നെ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള കാവേരി ജല പ്രശ്നം സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇപ്പം പരിഹരിക്കപ്പെട്ടിട്ടില്ലല്ലോ.
കോടതിയെല്ലാം കൃത്യമായിട്ട് അതിന്റെ വിധി പ്രഖ്യാപിച്ചതല്ലേ? ഒന്നും നടന്നിട്ടില്ല. അപ്പൊ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അവർക്ക് വെള്ളവും വേണം, അയാൾക്ക് തമിഴ്നാടിന് വെള്ളം വേണം, നമുക്ക് സുരക്ഷയും വേണം. ആ കാര്യം സംബന്ധിച്ചിടത്തോളം വികാരപരമല്ലാതെ തന്നെ കാര്യങ്ങൾ നല്ലതുപോലെ ചർച്ച ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയമായ പരിഹാരം കാണുകയല്ലാണ്ട് വേറെ വഴിയില്ല. അങ്ങനെ വഴി കാണണം എന്ന് തന്നെയാണ് കണ്ടു പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് അന്ന് പറഞ്ഞത് അത് തന്നെയാണ്, ഇപ്പം പറഞ്ഞത് തന്നെയാണ്, മുമ്പ് പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ്. അപ്പോ വ്യാഖ്യാനിച്ച് വെറുതെ വേണ്ടാത്ത രീതിയിൽ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ചില ശ്രമങ്ങൾ നടന്നു പോകുന്നതിന്റെ അപ്പുറത്ത് ഒരു കാര്യമില്ല. ഡാം വേണ്ടെന്ന് ഒരിക്കലും പിണറായി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. അതിന് അദ്ദേഹം വ്യക്തമാക്കി. ശ്രീ CP റോയ്, താങ്കൾ ഈ സമരസമിതിയുടെ സുപ്രധാന പ്രവർത്തകനായിരുന്നു മുൻപ്. കേരളം ഈ ഡാം ദുർബലമാണ് എന്ന് തെളിയിക്കാൻ ഒരുപാട് പരിശ്രമിച്ചു, പക്ഷേ അത് ഫലവത്തായില്ല. നമ്മൾ എന്തുകൊണ്ടാണ് ആ ഡാം ദുർബലമായിരുന്നത് എന്ന് പറയാൻ ഉപയോഗിച്ച അതേ റിപ്പോർട്ടുകളും അതേ കാരണങ്ങളും അതേ വാദങ്ങളും ഇനിയും ആവർത്തിക്കുകയാണോ, അതോ ഈ വിഷയത്തിൽ മറ്റ് സാധ്യതകൾ ആരായുകയാണോ ഏറ്റവും യുക്തം? ഇപ്പോൾ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഏകപക്ഷീയമായി കേരളത്തിനോട് ഡാം പണിയാൻ സാധിക്കുന്നതല്ല. തമിഴ്നാടുമായി ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ഉണ്ടാക്കാൻ നമുക്ക് കഴിയൂ. കേരളവും തമിഴ്നാടും ധാരണയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ബാക്കി കാര്യങ്ങളിൽ കേന്ദ്രവും രണ്ട് സംസ്ഥാനങ്ങളോടും നന്നായി യോജിക്കും. പക്ഷേ ഇതുവരെ ഇക്കാര്യത്തിൽ കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു അനുരഞ്ജനത്തിൻ്റെ യാതൊരു സാധ്യതകളും തെളിഞ്ഞിട്ടില്ല. ജലനിരപ്പ് താഴ്ത്തണമെന്ന കേരളത്തിൻ്റെ നിലപാടും ജലനിരപ്പ് ഉയർത്തണമെന്ന തമിഴ്നാടിൻ്റെ നിലപാടും രണ്ട് ധ്രുവങ്ങളിൽ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ച, രണ്ട് സംസ്ഥാനത്തും പുതിയ ഗവൺമെൻറ്റുകൾ വന്നിരിക്കുന്നു. ഈ പുതിയ ഗവൺമെൻറ് ഒരു തുടക്കം എന്ന നിലയിൽ ഒരു ചർച്ച എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്വാഗതാർഹം തന്നെയാണ്. പിന്നെ കേരളം ഡാം ബലക്ഷയമാണ് എന്ന് കേരളം പറയുന്നത് നമ്മളൊരു സുപ്രഭാതത്തിൽ സമരസമിതി ഏകപക്ഷീയമായി പറഞ്ഞൊരു കാര്യമല്ലത്. 1978 സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയതും അടിയന്തരമായി തന്നെ 16 അടി ജലനിരപ്പാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ കുറച്ചത്. അന്ന് തമിഴ്നാടിൻ്റെ ഒന്നും ഒരു അനുവാദത്തിനും കാത്തുനിന്നില്ല. ബലക്ഷയമുള്ള ഡാമിലെ ജലനിരപ്പ് താഴ്ത്താൻ അധികാരപ്പെട്ട സെൻട്രൽ വാട്ടർ കമ്മീഷൻ അപ്പോൾ തന്നെ 16 അടി ജലനിരപ്പ് താഴ്ത്തി. അതിനുശേഷം 78-ന് ശേഷം ബലപ്പെടുത്തലുകൾ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അത് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആശങ്ക ഇന്നും കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിലും നമുക്കിത് പ്രശ്നപരിഹാരത്തിലേക്ക് ഇനി എത്തണമെങ്കിൽ സുപ്രീം കോടതിയെ ഇനി അടുത്തെങ്ങും നമുക്ക് സമീപിക്കാൻ ഒക്കുന്ന തരത്തിലല്ല അതിൻ്റെ അന്തിമ വിധി വന്നിരിക്കുന്നത്, ഫുൾ ബെഞ്ച് വിധി വന്നിരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് സമീപിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചർച്ച തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി. അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിന് മുൻകൈ എടുക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കേരളം സ്വാഗതം ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതാണ് അക്കാര്യത്തിൽ താങ്കളുടെ കാഴ്ചപ്പാട്. തുടരുക. ശ്രീ NK പ്രേമചന്ദ്രൻ, ഈ വിഷയത്തിൽ കേരളം മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടില്ല എന്നുകൂടി പിണറായി വിജയൻ ഇന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ താങ്കൾ യാത്രയിലായത് കാരണം ശ്രദ്ധയിൽപ്പെട്ട് കാണില്ല. അദ്ദേഹം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയുണ്ടായി. ഒരു അന്തർദേശീയ വിദഗ്ധ സമിതിയുടെ പരിശോധനയും പഠനവും ഈ ഡാമിൻ്റെ ബലക്ഷയം സംബന്ധിച്ച് ആവശ്യമാണ് എന്ന്. ഇവിടെ നമ്മൾ റൂർക്കി IITയുടെ റിപ്പോർട്ടും കാര്യങ്ങളുമൊക്കെ പറയും എങ്കിലും സുപ്രീം കോടതി പരിശോധിച്ച് അവർ തന്നെ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് അവരുടെ റിപ്പോർട്ടാണല്ലോ കോടതി അംഗീകരിച്ചത്. അതുകൊണ്ട് ഇനി പഴയ റിപ്പോർട്ടുകൾ എത്ര കണ്ട് പ്രസക്തമാണ് എന്ന പ്രശ്നമുണ്ട്. അപ്പോൾ പുതിയ ഒരു വിദഗ്ധ പഠനം, അതും അന്തർദേശീയ രംഗത്തുള്ള വിദഗ്ധരെ കൊണ്ട് നടത്തിപ്പിക്കുകയും ആ നിലയ്ക്ക് കേന്ദ്ര സർക്കാരും ഈ രണ്ട് സംസ്ഥാന സർക്കാരുകളും സംയോജിതമായി ഇക്കാര്യത്തിലൊരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതല്ലേ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും അനുയോജ്യമായ വഴി? ഈ വിഷയം സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം അന്തർദേശീയ തലത്തിലുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഠനം ആവശ്യമാണ് എന്ന വിഷയം കേരളം മുന്നോട്ട് വെച്ചതാണ്. അതിലൊന്നും ഒരു തർക്ക പ്രശ്നവുമില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, കേരളവും തമിഴ്നാടും തമ്മിൽ ചർച്ച ചെയ്യുന്നതിന് ആരെതിർത്തു? എവിടെ എതിർത്തു? എപ്പോൾ എതിർത്തു? കേരളവും തമിഴ്നാടും തമ്മിൽ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നുള്ളത് സ്ഥായിയായ സ്ഥിരമായ കേരളത്തിന്റെ നിലപാടായിരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വൈകാരികവൽക്കരിച്ച് പ്രശ്നത്തെ സങ്കീർണമാക്കി എന്ന് പറയുമ്പോൾ അതിൽ അങ്ങനെ വൈകാരികവൽക്കരണം ഈ പ്രശ്നത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ
അതിന്റെ ഉത്തരവാദി ആര് എന്നതിനെ സംബന്ധിച്ചൊക്കെ പരിശോധിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഈ അവസരത്തിൽ പോകുന്നില്ല. അന്തർദേശീയ തലത്തിലുള്ള ഒരു വിദഗ്ധ സമിതിയെ ഉപയോഗിച്ച് പഠനം നടത്തിയാൽ, നിഷ്പക്ഷമായിട്ടുള്ള പഠനം നടത്തിയാലും എനിക്ക് നല്ല ഉറപ്പുണ്ട്, വളരെ നിഷ്പക്ഷമായിട്ടുള്ള പഠനം നടത്തിയാൽ ഈ ഡാമിന്റെ സുരക്ഷിതത്വം ഒരു സമിതിയും അംഗീകരിക്കാൻ പോകുന്നില്ല. സെൻട്രൽ എംപവേർഡ് കമ്മിറ്റി അല്ലെങ്കിൽ സുപ്രീം കോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റി അംഗീകരിക്കാൻ ഇടയായിട്ടുള്ളത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. ഏതായാലും അതുകൊണ്ടാണ് ഞാൻ സുപ്രീം കോടതി അംഗീകരിച്ചു, എംപവേർഡ് കമ്മിറ്റി കണ്ടെത്തി. അത് അന്തിമമല്ല എന്ന് തന്നെയാണ്. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ അങ്ങനെ ഒരു നിലപാടെ കേരളത്തിൽ സ്വീകരിക്കാൻ കഴിയൂ. അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നേരത്തെ ചോദിക്കുന്ന ചോദ്യം ഞാൻ കേട്ടു, എന്തുകൊണ്ട് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം നിലപാട് മാറ്റം. ഞാനല്ലല്ലോ, ഈ കേരളത്തിലെ മുഴുവൻ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും ഒരേപോലെ എഴുതിയതാണ് മുഖ്യമന്ത്രി നിലപാട് മാറ്റുന്നു. ഡാം സുരക്ഷിതമാണ് എന്ന പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പുതിയ ഡാമിന്റെ സാങ്കത്യത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. അങ്ങനെയല്ല, തീർച്ചയായിട്ടും ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരി തമിഴ്നാടുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ പരിശ്രമിക്കുമെന്ന് എന്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല? എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നിലനിൽക്കുകയാണല്ലോ. സുപ്രീം കോടതിയുടെ അന്തിമമായിട്ടുള്ള വിധി വന്നിരിക്കുകയാണല്ലോ. ആ വിധിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, ആ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ചർച്ചയെങ്കിൽ ചർച്ചയ്ക്ക് സ്കോപ്പില്ല. അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഡാം സുരക്ഷിതമാണെങ്കിൽ എന്ത് ചർച്ച? ഈ ഡാം സേഫ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ കേരളത്തിൽ എന്താ ആശങ്ക? തമിഴ്നാടുമായി എന്താ തർക്ക പ്രശ്നം? നമ്മൾ കരാറുമായി ബന്ധപ്പെട്ട തർക്ക പ്രശ്നം ഉന്നയിച്ചിട്ടില്ല, ജനം കൊടുക്കില്ല എന്ന തർക്ക പ്രശ്നം ഉന്നയിച്ചിട്ടില്ല, മറ്റൊരു തരത്തിലുള്ള തർക്ക പ്രശ്നവും ഉന്നയിച്ചില്ല. ആകെ തർക്ക പ്രശ്നം ഡാം അൺസേഫ് ആണ് എന്നുള്ളത് കേരളത്തിന്റെ കൺസിസ്റ്റൻസി. അതെ, അതാണ് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു ജലതർക്കമല്ല ഇത്. ഒരേ ഒരു വിഷയം, ഈ ഡാമിൻ്റെ സുരക്ഷിതാവസ്ഥ അത് അപകടാവസ്ഥയാണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പുതിയ റിപ്പോർട്ടുകൾ കൂടി, അതായത് ഈ ഡാം സുരക്ഷിതമാണ് എന്ന് സൂചിപ്പിക്കുന്ന പുതിയ റിപ്പോർട്ടുകൾ കൂടി പരിഗണിക്കണമല്ലോ എന്ന് ഡൽഹിയിൽ വെച്ച് പറയുമ്പോൾ അത് കേൾക്കുന്ന ആർക്കും മനസ്സിലാവുക ഡാം സുരക്ഷിതമാണല്ലോ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ ഇനി തമിഴ്നാടുമായിട്ടായാലും കേന്ദ്ര സർക്കാരുമായിട്ടായാലും ചർച്ചയ്ക്ക് പോകുമ്പോൾ നമ്മളിത് സുരക്ഷിതമാണല്ലോ എന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് എങ്കിൽ എങ്ങനെയാണ് പുതിയ ഡാം എന്ന ഒരു ആശയത്തെ ബോധിപ്പിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഈ പുതിയ ഡാം എന്ന ആശയം അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിയുക? അല്ല, വളരെ വ്യക്തതയോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി വീണ്ടും വിശദീകരിച്ചു. പത്രമാധ്യമങ്ങളോ ചാനലുകളോ ഏതെങ്കിലും രീതിയിൽ വിശദീകരിച്ചതല്ല പ്രശ്നം. മുഖ്യമന്ത്രി എന്താ പറഞ്ഞതെന്നുള്ള പ്രശ്നം. മുഖ്യമന്ത്രി പറഞ്ഞത് സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗമാണ് ഉദ്ധരിച്ചത്. അതാണ് മുഖ്യമന്ത്രി ഏകപക്ഷീയമായിട്ടൊരു വാർത്ത പറഞ്ഞതല്ല. അത് ഉൾപ്പെടെ വെച്ചുകൊണ്ട് സർവദേശീയ തലത്തിൽ ഉൾപ്പെടെയുള്ളവരുടെ വ്യക്തമായ പരിശോധനയിലൂടെ മാത്രമേ ഇത് സംബന്ധിച്ച് തിരുത്തൽ പ്രക്രിയയിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. ഡാം വേണം, അത് തന്നെയാണ് ഊന്നി പറയുന്നത്. അതിനോടൊപ്പം തമിഴ്നാട്ടിലെ ഗവൺമെന്റുമായി ചർച്ച ചെയ്ത് രമ്യതയിൽ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഈ മൂന്ന് കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഈ മൂന്ന് കാര്യവും പറഞ്ഞതിലും പരസ്പരം യോജിപ്പിച്ച് അതിൻ്റെ അകത്ത് എന്തോ ദുരൂഹതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയുള്ള ശ്രമം മാത്രമേ ഇതിൻ്റെ അകത്ത് പ്രശ്നമായിട്ട് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യവും പറഞ്ഞത് ശരിയാണ്. ഇന്നും അത് വ്യക്തമായിട്ട് ആവർത്തിച്ചിട്ടുണ്ട്. സമരസമിതി എന്താണോ മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത് അത് തന്നെ, നിയമസഭ എന്താണോ പ്രമേയം പാസാക്കിയിട്ടുള്ളത് അത് തന്നെ. ആ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിലപാട് എന്നും വ്യക്തതയോടുകൂടി ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ ഒരു വ്യക്തത വരുത്തൽ നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി ശ്രീ എൻ രാധാകൃഷ്ണൻ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അന്തർദേശീയ വൈദഗ്ധ്യമുള്ള ഒരു സമിതിയുടെ പരിശോധന ആവശ്യമാണ് ഇതിൻ്റെ ബലക്ഷയം തെളിയിക്കുന്നതിന്. അതിനിപ്പോൾ കേരളം ഒരു വിദഗ്ധ സമിതിയെ വെച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ ആ റിപ്പോർട്ട് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയുക? നമ്മൾ ഇതിൽ താല്പര്യമുള്ള കക്ഷിയാണല്ലോ. അപ്പോൾ നിഷ്പക്ഷമായ യാതൊരു ബാധ്യതയുമില്ലാത്ത ഒരു കമ്മിറ്റിയാണ് വേണ്ടത്. അങ്ങനെ ഒരു ശ്രമം നടത്താൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയുകയുള്ളൂ. കേരളത്തെയും തമിഴ്നാടിനെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയെ മാനിച്ച് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിനാണ് സാധിക്കുക. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെടേണ്ടേ? അഭിലാഷേ, ഈ തരത്തിലുള്ളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് 2-3 ദിവസങ്ങൾ പിന്നിടുന്ന സമയത്ത് ഏതായാലും പിണറായി വിജയനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി ലാഘബുദ്ധിയോടുകൂടി ഇതിനെ സമീപിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിണറായി വിജയൻ ഒരു വിഷയത്തെക്കുറിച്ച് അസ്ഥാനത്ത് സംസാരിക്കും എന്നുള്ള അഭിപ്രായം എനിക്കില്ല.
അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളുടെ മുമ്പിൽ ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നത്. കാരണം തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഒരു ഡാമിൻ്റെ വിഷയമുണ്ടാകുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ധരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ സർക്കാർ വന്നാൽ എല്ലാ കക്ഷികളെയും വിളിച്ചു ചേർത്ത് ബഹുമാനായ പ്രധാനമന്ത്രിയുടെ മുമ്പാകെ വിഷയങ്ങൾ അവതരിപ്പിക്കണം, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സമ്മർദ്ദം ചെലുത്തണം. ആ ഒരു സാഹചര്യം ഉണ്ടാകണം. ആ സാഹചര്യം ഉണ്ടാകുന്നതിന് പകരം 100% ഈ ഡാം സുരക്ഷിതമാണ്, ഈ ഡാമിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് ആദ്യം മുഖ്യമന്ത്രി പറയുന്നു. ആ മുഖ്യമന്ത്രി പറയാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. ഇപ്പോൾ 2 ദിവസത്തിന് ശേഷം ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ച് പറയുന്നു ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് പറഞ്ഞതെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലേക്കുള്ള വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ബഹുമാനായ ശ്രീമാൻ VS അച്യുതാനന്ദൻ യെച്ചൂരിക്ക് കൊടുത്തിട്ടുള്ള കത്ത് പരിശോധിക്കണം. ആ കത്തിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വ്യവസായിക്ക് ബന്ധമുണ്ടോ എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അല്ല, അങ്ങനെ ഒരു കത്തുണ്ടോ, എന്താണ് പറഞ്ഞത് നമുക്കറിയില്ലല്ലോ. തുടരുക. ശ്രീ റോയ് കെ പൗലോസ്, ഇടുക്കി DCC പ്രസിഡന്റ്, ടെലിഫോൺ. അതിൽ ശ്രീ റോയ് കെ പൗലോസ്, ഇന്ന് സമരസമിതിയുടെ അതേ നിലപാടാണ് സർക്കാരിനും എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. നേരത്തെ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുള്ള ഒരു മുദ്രാവാക്യത്തിൽ നിന്നും സംസ്ഥാനം പിന്നോട്ട് പോയിട്ടില്ല എന്ന് വിശദീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിക്കപ്പെട്ട ആശങ്കകളൊക്കെ അസ്ഥാനത്തായോ അപ്രസക്തമായോ? അല്ല, ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. പക്ഷെ അത് വളരെ സംശയത്തിനിട നൽകുകയും ചെയ്യുന്നുണ്ട്. കാരണം 28-ാം തീയതി ഡൽഹിയിൽ വെച്ച് ഇവിടെ മറ്റെല്ലാവരും സൂചിപ്പിച്ചതുപോലെയും ചൂണ്ടിക്കാണിച്ചതുപോലെയും അധികാരമേറ്റ് 3-ാമത്തെ ദിവസമാണ് അദ്ദേഹം ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് വേണ്ടത്ര ഒരു ആലോചന നടത്താതെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കാൻ കഴിയത്തില്ല, ഞങ്ങൾക്കാർക്കും കഴിയത്തില്ല. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് പറഞ്ഞു? അദ്ദേഹം പറഞ്ഞ നിലപാട് കൊണ്ട് കേരളത്തിന് ഒരിക്കലും ഗുണം കിട്ടില്ല എന്ന് അദ്ദേഹത്തിന് അറിയാൻ വയ്യാഞ്ഞിട്ട് പറഞ്ഞതാണോ? 152 അടിയാക്കി ഉയർത്താൻ വേണ്ടി നിൽക്കുന്ന തമിഴ്നാടിന് സഹായകരമാകും തന്റെ പ്രസ്താവന എന്ന് മനസ്സിലാക്കാൻ പറ്റാതെയാണോ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞത്? ഈ സംശയങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുണ്ട്. കേരളത്തില് തീർച്ചയായിട്ടും എല്ലാ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒഴികെ എനിക്ക് തോന്നുന്നത് അവരുടെ മുന്നണിയിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുണ്ടായിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള UDF-ന്റെ നേതാക്കൾ മുഴുവൻ ആ നിലപാടിനെ എതിർത്തു, സമരസമിതി എതിർത്തു, ഇടുക്കിയിലെ ജനങ്ങൾ മുഴുവൻ എതിർത്തു. സ്വാഭാവികമായിട്ടും ഈ എതിർപ്പിന്റെ ശക്തി കൂടിയ സാഹചര്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രി നിലപാട് മാറ്റി പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുക. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? അധികാരമേറ്റ് 3-ാമത്തെ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ പോലുള്ള ഒരാള് ഇത്ര ലാഘവ ബുദ്ധിയോടുകൂടി ഇതിനെ വിലയിരുത്താൻ കഴിയുമോ? അതാണ് അക്കാര്യത്തിലെ താങ്കളുടെ വിമർശനം. ശ്രീ സി പി റോയ്, എന്താണ് ഇനി ഉള്ള പരിഹാരം എന്നുള്ളത് തീർച്ചയായും കുഴക്കുന്ന ഒരു ചോദ്യമായിരിക്കും. കോടതിക്ക് മുൻപിൽ ഇനിയും ഒരു നിയമ പോരാട്ടത്തിന് കേരളം പോവുക എന്നുള്ളതിൻ്റെ സാധ്യത അങ്ങേയറ്റം പരിമിതമാണ്. അവിടെ തമിഴ്നാടാണ് അവരുടെ വീണ്ടും ജലശേഷി ഉയർത്താൻ വേണ്ടി പോയിരിക്കുന്നത്. അതേസമയം കേരളത്തെ സംബന്ധിച്ച് മറ്റ് മാർഗങ്ങൾ ഈ ജനങ്ങളുടെ സുരക്ഷ ചൂണ്ടിക്കാണിച്ച് ചെയ്യണം എങ്കിൽ അതിന് മറ്റൊരു സംസ്ഥാനത്തിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ അനുകൂലമായ സമീപനം കൂടി വേണം. ചർച്ച എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത്തരം വിഷയങ്ങളിലൊക്കെ സാധാരണഗതിയിൽ 2 സംസ്ഥാനങ്ങളുടെ ചർച്ച എത്രമാത്രം മുന്നോട്ട് പോകും എന്നുള്ളത് വേറൊരു പ്രശ്നവുമാണ്. ഇതിനൊരു പരിഹാരം എങ്ങനെ ഉണ്ടാകും എന്ന് താങ്കൾ കരുതുന്നു? പൊതുവെ ലോകത്തെല്ലായിടത്തും ഡാം ബലക്ഷയമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഡാം പൊളിക്കുക, അവിടെ തന്നെ പുതിയൊരു ഡാം കെട്ടുക, അല്ലെങ്കിൽ ഈ ഡാമിൻ്റെ പുറകോട്ട് മാറി മറ്റൊരു വലിയ ഡാം നിർമ്മിക്കുക, ഇതൊന്നുമല്ല ലോകത്ത് സാധാരണ നടക്കുന്നത്. എവിടെ ഡാം ബലക്ഷയമാകുന്നോ, വലിയ ഡാമുകളൊക്കെ ബലക്ഷയമാകുന്നതോടുകൂടി ജലനിരപ്പ് താഴ്ത്തുക എന്നതാണ് എല്ലായിടത്തും ചെയ്യുന്നത്. 1978 സെൻട്രൽ വാട്ടർ കമ്മീഷനും അതുതന്നെയാണ് ചെയ്തത്. മുല്ലപ്പെരിയാർ ഡാമിന് ബലക്ഷയമുണ്ട് എന്ന് കണ്ടെത്തി ഉടനെ തന്നെ മുല്ലപ്പെരിയാറിലെ 152 അടി ജലനിരപ്പിനെ 136 അടിയിലേക്ക് താഴ്ത്തുകയാണ് ചെയ്തത്. അതിനുശേഷം മറ്റു ബലപ്പെടുത്തലും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ജലനിരപ്പ് ഉയർത്താതെ തന്നെയാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ നിലനിർത്തിയിരുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ. പക്ഷെ പിന്നീട് തമിഴ്നാട് സുപ്രീം കോടതിയിൽ പോവുകയും പലതവണ ശ്രമങ്ങൾ നടത്തിയാണ് ജലനിരപ്പ് ഉയർത്താനുള്ള വിധി അവർ സമ്പാദിച്ചത്. ആ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ജലനിരപ്പ് ഉയർത്തിയിരിക്കുന്നത്. പക്ഷെ ഈ വിധി നന്നായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ
ഈ വിധിയിൽ തന്നെ സുപ്രീം കോടതി 2 ബദൽ നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. നേരത്തെ പ്രേമേന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചു, 2 ബദൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഡാമാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് കൂടി മലയാളികൾ ശ്രദ്ധിച്ചു വായിക്കണം. At some point of time in future, if needed, Kerala can build a new dam. ഭാവിയിൽ എന്തെങ്കിലും ആവശ്യമായി വന്നാൽ കേരളത്തിനൊരു പുതിയ ഡാം നിർമ്മിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ സാധ്യത വളരെ വിദൂരമായ ഒരു സാധ്യത അവിടെ തന്നെ കോടതി കുറിച്ചിട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കേരള ഷുഡ് ഒബ്റ്റെയിൻ ഓൾ ലീഗൽ പ്രൊസീജിയേഴ്സ് ആൻഡ് ഓൾസോ കേരള ഷുഡ് ഗെറ്റ് ദ ക്ലിയറൻസ് ഓഫ് ദി ഗ്രീൻ ബെഞ്ച് ആൻഡ് ഓൾ. എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുകയാണ് അക്കമിട്ട്. പ്ലാനിംഗ് കമ്മീഷന്റെ പെർമിഷൻ വാങ്ങണം, ഗ്രീൻ ബെഞ്ചിന്റെ പെർമിഷൻ വാങ്ങണം. ഇതെല്ലാം കണ്ടീഷണൽ ആയിട്ടാണ് കേരളത്തിനൊരു ഡാം നിർമ്മിക്കുന്നതിനെ കുറിച്ച് സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞത്. പക്ഷേ രണ്ടാമതൊരു ഓൾട്ടർനേറ്റീവ് കോടതി പറഞ്ഞിരിക്കുന്നു, for the safety concern of the state of Kerala and the requirements of the state of Tamil Nadu would be met from the existing dam after constructing a new tunnel for evacuation of reservoir water എന്ന് സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ചിന്റെ വിധിയുടെ 151 പേജിൽ പറഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ സുരക്ഷാ കാര്യവും തമിഴ്നാടിന്റെ വെള്ളത്തിന്റെ കാര്യവും ഇന്നുള്ള ഡാം കൊണ്ട് തന്നെ പരിഹരിക്കാമെന്നും അതിന് ജലനിരപ്പ് താഴ്ത്താൻ പുതിയൊരു ടണൽ നിർമ്മിച്ച് ജലനിരപ്പ് താഴ്ത്താമെന്ന് സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു. ഇതിനെ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇടതുപക്ഷവും വലതുപക്ഷവും കേരളത്തിന്റെ ഭരണകൂടം അത്തരത്തിലുള്ള ഒരു ചർച്ചയെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ വിധിയിലൊരു പരാമർശമുണ്ടെന്നും അത് കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഉതകുന്നതാണെന്നുമുള്ളൊരു ചർച്ച കേരളത്തിൽ നടന്നിട്ടില്ല. ഇതാണ് നമ്മളിനി ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. തമിഴ്നാടുമായിട്ട് ചർച്ചയ്ക്ക് നമ്മൾ പോകുമ്പോൾ പുതിയൊരു ഡാം എന്നുള്ള ചർച്ചയെക്കുറിച്ച് മുന്നോട്ട് പോകുന്നതിനേക്കാൾ എത്രയോ ഗുണകരമായ, കാരണം ഇന്ന് നമ്മൾ സർവേ നടത്തി, ശ്രീ പ്രേമേന്ദ്രന്റെ ഒക്കെ കാലത്ത് സർവേ നടത്തി 1300 അടി പുറകിലാണ് പുതിയ ഡാം നിർമ്മിക്കാൻ നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇന്നുള്ള ഡാമിനേക്കാൾ 50 അടി കൂടി വലിയൊരു ഡാമാണ് നമ്മൾ നിർമ്മിക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങുന്നത്. ഈ 2 ഡാം കൊണ്ട് പോലും പ്രശ്നങ്ങൾ തീരുന്നില്ല. ഭാവിയിൽ തമിഴ്നാടിന് വെള്ളം കിടക്കണമെങ്കിൽ 3ാമതൊരു ഡാമും ആവശ്യമായി വരും. അങ്ങനെ വരുമ്പോൾ ഈ 3ഉം 4ഉം ഡാമുകൾ കെട്ടുക എന്നൊന്നും പ്രായോഗികമല്ലാത്ത സാഹചര്യത്തിൽ ഇന്നുള്ള ഡാം കൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന വളരെ വ്യക്തമായി 2.5 പേജിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധിയിൽ പരാമർശിച്ചിരിക്കുന്നു. കേരളത്തിന്റെ സുരക്ഷാ കാര്യവും പ്രേമേന്ദ്രൻ, നമ്മളിത് മുൻപും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ വനം പരിസ്ഥിതി നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു വനപ്രദേശത്ത് പുതിയൊരു അണക്കെട്ട് പണിയുക എന്നുള്ളത് പ്രായോഗികമാകണമെങ്കിൽ ഒത്തിരി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അത് വളരെ പെട്ടെന്ന് സാധ്യമാകുന്ന ഒന്നാണ് എന്ന് ആരും കരുതുന്നില്ല. എന്നിരിക്കെ ഈ പറഞ്ഞ 2ാമത്തെ സാധ്യത വിനിയോഗിക്കണം എന്നുള്ളതാണോ ചർച്ചകളിൽ കേരളം ആദ്യം ആവശ്യപ്പെടേണ്ടത്? അല്ല, ഈ കാര്യം ശ്രീ CP റോയ് ഉൾപ്പെടെയുള്ളവരുമായി പലവട്ടം ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് കേരളത്തിന്റെ സാമൂഹ്യ താല്പര്യങ്ങൾക്കും കേരളത്തിന്റെ പൊതു താല്പര്യങ്ങൾക്കും എത്രമാത്രം ഗുണകരമാണ് എന്ന് പരിശോധിച്ചാൽ കേരളത്തിന് ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്ന നിർദ്ദേശമാണ് ഈ ടണൽ സമ്പ്രദായം. ഇപ്പൊ അദ്ദേഹം സൂചിപ്പിച്ച ഒരു വിഷയം, ഞാനത് ഒരിക്കലും ഈ പോയിന്റ് മീറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ ദശലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ സുരക്ഷയിൽ എന്തുകൊണ്ട് സുപ്രീം കോടതി, അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന്. ഇപ്പൊ 2ാമതൊരു ഡാം നിർമ്മിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് എക്കോളജിക്കൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശ്രീ CP റോയും അതുപോലുള്ളവരൊക്കെ പറയുമ്പോൾ തന്നെ ആ ടൈഗർ റിസർവിൽ തന്നെയാണ് ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യമായ സർവേയും ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ശ്രീ ജയറാം രമേശിന്റെ നേതൃത്വത്തിൽ അനുവാദം നൽകിയത്. ഇതൊക്കെ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ, സുപ്രീം കോടതിയുടെ മോണിറ്ററിംഗിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുത്താൽ ഇതൊക്കെ സാധ്യമാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ആ കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു പൊസിഷൻ ഈ കാര്യത്തിൽ എടുക്കണം. സ്വാഭാവികമായും സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ദശലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ സുരക്ഷയാണ് പ്രശ്നം. പക്ഷെ ഈ കാര്യത്തിലൊക്കെ കേന്ദ്ര ജല കമ്മീഷൻ എടുത്തിട്ടുള്ള ഒരു നിലപാട് അത് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ്. ഫാക്ച്വൽ ആയിട്ടുള്ള ഫിഗേഴ്സിലുള്ള അപ്പാരന്റ് ഓൺ ദ ഫേസ് ഓഫ് റെക്കോർഡ് അത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ അംഗീകരിക്കാൻ തയ്യാറാവില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു അന്താരാഷ്ട്ര ഏജൻസിയെ കൊണ്ടുള്ള പഠനം നടത്തണമെന്നുള്ള നിർദ്ദേശം വളരെ നേരത്തെ ഞാൻ തന്നെ മുമ്പോട്ട് വെച്ചതാണ്.
സുപ്രീം കോടതിയിൽ നമ്മൾ കേസ് പരാജയപ്പെടുമ്പോൾ പിന്നെ പിടിച്ചു നിൽക്കുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ഈ കാര്യത്തിൽ, ഇൻവെസ്റ്റിഗേഷൻ ഈ കാര്യത്തിൽ നടത്തണം. ഒരുപാട് അന്തർദേശീയ ഏജൻസികളുണ്ട്, ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സമിതികൾ ഉൾപ്പെടെ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു എക്സ്പെർട്ടൈസ് ഏജൻസിയെ കൊണ്ട് നിഷ്പക്ഷവും നീതിയുക്തവുമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തട്ടെ. ഡാം സുരക്ഷിതമാണോ അല്ലയോ എന്നുള്ള പ്രശ്നത്തിലാണ് ആദ്യം തീർപ്പ് കൽപ്പിക്കേണ്ടത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് സുപ്രീം കോടതി വിധി. ഇപ്പൊ നീറ്റ്, നാഷണൽ എലിജിബിലിറ്റി എൻട്രൻസ് ടെസ്റ്റ്, സുപ്രീം കോടതി അൾട്ടിമേറ്റം പറഞ്ഞില്ലേ, റിവിഷൻ ഹർജി കൊടുത്തിട്ട് തള്ളിക്കളഞ്ഞില്ലേ, ആവർത്തിച്ച് ഹർജികൾ കൊടുത്തതിന് ശേഷം തള്ളിക്കളഞ്ഞു. അവസാനം കേന്ദ്ര ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി ഈ വർഷം നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു, ഓർഡിനൻസ് ഇറക്കി. സുപ്രീം കോടതി എന്ത് ചെയ്തു? അപ്പൊ സുപ്രീം കോടതിയുടെ വിധിയാണ് അന്തിമമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ കേസില്ല, ചർച്ചയ്ക്കുള്ള സ്കോപ്പില്ല. എംപവേർഡ് കമ്മിറ്റിയുടെ നിഗമനമാണ് അംഗീകരിക്കപ്പെടുന്നത് എന്നുള്ളതുണ്ടെങ്കിൽ പിന്നെ ഫർദർ കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് ഏത് നിർദ്ദേശമാണെങ്കിലും എനിക്ക് ഈ ടണൽ സമുദായത്തോട് യോജിപ്പില്ല. കേരളത്തിലെ സാമ്പത്തിക സാമൂഹ്യ താല്പര്യങ്ങൾ വലിയ രൂപത്തിൽ ഒരു തുള്ളി വെള്ളം പോലും കേരളത്തിന് ലഭിക്കാത്ത നിലയിലുള്ള ഒരു നിർദ്ദേശമാണ് ആ നിർദ്ദേശം. ഒരു തരത്തിലും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ദശലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ജീവൻ സുരക്ഷ എന്നതിന്റെ പേരിൽ കേരളത്തിന്റെ സമ്പൂർണമായ താല്പര്യങ്ങൾ തമിഴ്നാടിന്റെ കാൽക്കൽ അടിയറ വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിൽ ഒരിക്കലും ഭൂഷണമല്ല. കേരളമായതുകൊണ്ട് മാത്രമാണ് കേരളം ഇത്രയും സഹിക്കുന്നത്, ഇത്രയും ക്ഷമിക്കുന്നത്, ഇത്രയും വിട്ടുവീഴ്ച സമീപനം സ്വീകരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ പക്വതയാണ് എന്നാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീ റോയ് കെ പൗലോസ്, ശ്രീ സി പി റോയ്, ശ്രീ എൻ രാധാകൃഷ്ണൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. മുല്ലപ്പെരിയാർ വിഷയത്തിലെ നിലപാട് വ്യക്തമാക്കി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയുണ്ടായി. കേരളം മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല എന്നും മുല്ലപ്പെരിയാർ സമരസമിതിയുടെ അതേ നിലപാടാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റേത് എന്നുമാണ് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചത്.